ഈരേഴുലകിലും അവളെപ്പോലൊരു നാരീമണിയെ കാൺമാനില്ല എന്ന് കുഞ്ചൻ നമ്പ്യാർ പാടിയത് ആനകളെ കൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണെങ്കിൽ രമണിയെ നമുക്ക് അവിടെ പിടിച്ചിരുത്താം. ഇതിൽ അതിശയോക്തി ഒന്നുമില്ല. ആരോമെല്ലാം ഗുണഗണങ്ങൾ ഇണങ്ങിയും ആരെയും ഉപദ്രവിക്കാതെയും പരോപകാരിയായും കഴിഞ്ഞു പോരുന്ന ഒരു സാധു. അതാണ് രമണി. സ്നേഹാർദ്രമാണ് ആ കണ്ണുകൾ. അലിവോടുകൂടിയുള്ള ഒരൊറ്റ നോട്ടം മാത്രം മതി, ഇവളിൽ ആരും വീണുപോകും. ആധുനിക യുഗത്തിലെ ജീൻസും ടോപ്പുമെല്ലാം ഈ സ്ത്രീ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് പറയുകയല്ല. ഒത്തിരി പഴയ, നമ്മൾ ഒരിക്കൽ അഭിമാനിച്ചിരുന്ന നമ്മുടെ സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ലോകത്തു നിന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ സഹജമായ ശാന്തതയും കുലീനതയും ഒപ്പം കർമ്മകുശലതയും കാര്യപ്രാപ്തിയുമെല്ലാം ഒരുപോലെ ഇവളിൽ സമ്മേളിച്ചിരിക്കുന്നു. കൂട്ടത്തിൽ ആളാകുവാനോ ശൃംഗരിക്കുവാനോ ഗുസ്തി പിടിക്കുവാനോ പോർ വിളിക്കുവാനോ ഇവളില്ല. ഏത് ഗജവീരനും ഒപ്പം നിന്ന് മസ്തകം താഴാതെ തിടംപെടുക്കും. എത്ര നേരം വേണമെങ്കിലും അങ്ങനെ നിൽക്കും. തടി പിടിക്കണോ, മറ്റേതെങ്കിലും ഭാരം പിടിക്കണോ, തയ്യാർ. എന്തിനും തയ്യാർ. സ്വന്തം പരിമിതികൾ തിരിച്ചറിയുകയും അതിനനുസരിച്ച് പെരുമാറുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ പലരെയും വിവേകശാലികളെന്നും ദീർഘദർശികളെന്നും പക്വമതികളെന്നുമെല്ലാം വിളിക്കുന്നത്. അവിടെ ആകാര സൗഷ്ഠവത്തിനോ സൗന്ദര്യത്തിനോ സ്ഥാനമില്ല. ആണെന്നും പെണ്ണെന്നുമില്ല. അതെ, കൊമ്പനെന്നും പിടിയെന്നുമില്ല. അവിടെയാണ് രമണി പല കൊലകൊമ്പന്മാരെയും പിന്നിലാക്കുന്നത്. നിജജന്മകൃത്യങ്ങൾ അറിഞ്ഞു ചെയ്യുന്ന ഒരു യോഗിയുടെ സാത്വിക ഭാവം ഇവളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇത് ഞങ്ങളുടെ അപ്പച്ചൻ 1972 കാലഘട്ടത്തിൽ വാങ്ങിച്ചതാണ്. അന്ന് 4 വയസ്സായിരുന്നു ഇവരുടെ പ്രായം. ഞങ്ങൾക്ക് ഗ്രാൻഡ് ബേബി സർക്കസ് കമ്പനി എന്ന് പറഞ്ഞൊരു സർക്കസ് കമ്പനി നമ്മുടെ ഫാദറിനുണ്ടായിരുന്നു. അതിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അത് കഴിഞ്ഞ് ഒരു 8-10 വർഷക്കാലം കഴിഞ്ഞപ്പോൾ കമ്പനി വിറ്റ് ഒഴിവാക്കി കഴിഞ്ഞ് ഇവിടെ ഞങ്ങൾ കൊണ്ടുവന്നു. ഇപ്പം ഞങ്ങൾ 5 ആണുങ്ങളാണ് ഞങ്ങളുടെ അപ്പച്ചന്. ഞങ്ങളുടെ ഒരു പെങ്ങളെ മാതിരിയാണ് ഇതിനെ കൊണ്ടുനടക്കുന്നത് ഇന്ന് വരെ. ഞങ്ങളുടെ 5 ആണാക്കൊരു പെങ്ങളെന്നുള്ള രീതിക്കാണ്. പിന്നെ ഇത്രയും ശാന്ത സ്വഭാവം എന്ന് പറയാൻ ഞങ്ങൾ ഏത് പിള്ളേർക്കും കൊച്ചു പിള്ളേർക്കും വായിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ അടിക്കോടെ പോകുക, എന്ത് കാര്യം ചെയ്യണേനും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക ഒക്കെ എന്ത് ചെയ്യണേനും യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത ഒരാനയാണ്. ഇന്ന് വരെ ഇതിൻ്റെ ജീവിതത്തിൽ ഇത് മനസ്സറിഞ്ഞൊരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ല. അത്രയും ശാന്ത സ്വഭാവം. പിന്നെ ഞങ്ങൾ കുറേ നാളുകളായിട്ട് സ്ഥിരമായിട്ട് ഉത്സവത്തിന് ആന വിടുന്നുണ്ട്. ഞങ്ങൾ ചേർത്തല കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ചേർത്തല കുമാരനല്ലൂർ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പോയ സമയത്ത് പുറകിൽ നിന്ന് ഒരു കൊമ്പനാന ഇതിനെ കുത്തി ആനക്കാരൻ്റെ ദേഹത്തേക്ക് വീണു. അപ്പോഴും യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടാക്കാതെ ആന മര്യാദയ്ക്ക് എണീറ്റ് നിന്ന് കുറച്ചുകൂടെ ഓടി മര്യാദയ്ക്ക് നിൽക്കുകയത്. അങ്ങനെ പോലും അതിൻ്റെ അബദ്ധം കൊണ്ടൊരു അബദ്ധം അങ്ങനെ ഒരു കൊമ്പൻ കുത്തി ഇതിനെ മറിച്ചിട്ട് അങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ യാതൊരുവിധ അപകടങ്ങളും ഇന്നുവരെ ഇവളെ സംബന്ധിച്ചുണ്ടായിട്ടില്ല. സർക്കസ് എന്ന കലാരൂപത്തോട് വിട പറയുന്നതിൽ ഏറെ വേദനയുണ്ടായിരുന്നിട്ടും ഒടുവിൽ വർഗീസ് ആശാനും തൻ്റെ തമ്പ് അഴിച്ചു മാറ്റേണ്ടി വന്നു. കലാകാരന്മാരെല്ലാം പിരിഞ്ഞുപോയി. അഭ്യാസം പഠിച്ച നായ്ക്കളെയും കുരങ്ങുകളെയും പറവകളെയുമെല്ലാം ആശാൻ പലർക്കായി വിറ്റു. കൂട്ടത്തിൽ രമണിക്കും ആവശ്യക്കാർ വന്നു. മോഹവില പറഞ്ഞു. പക്ഷേ KC ആശാൻ അതിനെ മാത്രം ചോദിക്കരുത് എന്ന് വന്നവരോടെല്ലാം പറഞ്ഞു. അത്രത്തോളം വർഗീസ് ആശാന്റെ ഹൃദയത്തിലും ജീവിതത്തിലും രമണി ഇടം നേടിക്കഴിഞ്ഞിരുന്നു. പറിച്ചു മാറ്റുവാനാകാത്ത ആ ആത്മബന്ധത്തിന് ഇന്ന് 3 പതിറ്റാണ്ടുകളുടെ പഴക്കം. അത് ഒരു വിശിഷ്ട മൃദുഗാനം പോലെ ഇന്നും തലമുറകളിലൂടെ തുടരുന്നു.